അപ്പൊ ഞാനിങ്ങനെ കടലിന്റെ നടുവിലേക്ക് നടന്നു പോവാണ്. എന്ത് കാറ്റാന്നറിയോ, ഒരു രക്ഷയില്ലാത്ത കാറ്റ് ഗൈസ്. എൻ്റെ ട്രൈപ്പോഡൊക്കെ കിടന്ന ഇളകാണ്. ഹലോ ഗായ്സ്, ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും മനോഹരമായൊരു ബീച്ചിലാണ് ഗായ്സ്. ഇപ്പം ഞാനുള്ളത് ഈ ബീച്ചിൽ നിന്ന് ടോപ്പിലാണ്, ക്ലിഫിലാണുള്ളത് ഗായ്സ്. ക്ലിഫിൽ നിന്ന് ഇറങ്ങി നമുക്ക് അങ്ങോട്ട് നടക്കണം. ചുറ്റുള്ള വ്യൂസ് നോക്കുക ഗായ്സ്, എന്ത് ഭംഗിയറിയോ. അപ്പുറത്ത് നല്ലൊരു മല, ഇവിടെ നമ്മുടെ സാൾബൺ സ്ട്രീറ്റ്, പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായിട്ട് പരന്നെടുക്കുന്ന ബീച്ച് ഗൈസ്. ഞാനിപ്പോൾ ഇതിൻ്റെ ക്ലിഫിലാണുള്ളത്. ക്ലിഫിൽ നമുക്ക് വ്യൂ പോയിൻ്റ് ആണുള്ളത്. ഈ വ്യൂ പോയിന്റിലാണ് ഗൈസ്. ഇനി ഞാൻ താഴോട്ട് ഇറങ്ങും, അതുപോലെ ഈ സ്ട്രീറ്റിൽ അങ്ങോട്ടൊക്കെ നടക്കും. അപ്പോൾ ഗൈസ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഗൈസ് ഇത് നമ്മളെ ബീച്ചിലുള്ള തൊട്ടടുത്തുള്ള ഒരു പബ്ബാണ്. വീക്കെൻഡ് ആയിക്കൊണ്ട് എല്ലാവരും ചില്ലിയാണ്. അപ്പം ബീച്ചിൽ ആള് പോസ് ചെയ്യുന്നുണ്ടല്ലേ, ആള് പോസ് ചെയ്യുന്നുണ്ട്. അവര് പോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീക്കെൻഡാണ് ഗൈസ്. അപ്പോൾ വീക്കെൻഡാണ് ഗൈസ്, എല്ലാവരും ചില്ലിയാണ്. ഞാൻ സാറ്റർഡേ വന്നത്. സാറ്റർഡേ ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് അടിച്ച് പൊളിക്കുക, ആ ഒരു മൈൻഡാണ്. മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യും, ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്ന് എൻജോയ് ചെയ്യും. ഇങ്ങനെ ഏതെങ്കിലും നല്ല പിക്നിക് ഏരിയയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും, അവിടുത്തെ ഫുഡ് കഴിക്കും, സ്പെഷ്യൽ ഫുഡ്. പിന്നെ അവിടെ ടെൻ്റ് അടിക്കും, അങ്ങനെയൊക്കെയാണ് പരിപാടി. ഞാൻ വരുന്ന വഴിയിൽ കുറേ കാരവാന്, അതുപോലെ കുറേ ക്യാമ്പർ വെഹിക്കിൾസൊക്കെ കുറേ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഏരിയ അതിന് പറ്റിയൊരു ഏരിയ ആണ് ഗായ്സ്. ഈ വ്യൂ നോക്ക് ഗായ്സ്. ഞാനിപ്പോൾ നടന്നു പോകുന്നത് ആ ക്ലിഫിൻ്റെ എൻഡിലേക്കാണ്. കുറേ നടക്കാണ്ട് നമുക്ക്. പിന്നെ ബീച്ചിലിറങ്ങണം. ഞാൻ ഇവിടുന്ന് പോകുന്ന തോന്നില്ല. ഇപ്പോൾ അവിടെ സൂം ചെയ്തിട്ടൊരു സാധനം കാണിച്ചു തരാം. അവിടെ ഗൈസ് ഫുൾ പശുക്കളാണ്. അവിടെ പശുക്കൾ ഫുള്ള് മേഞ്ഞ് വെക്കുന്നുണ്ട്. അവരെ മേഞ്ഞ് കിടക്കുന്ന സ്ഥലം നോക്ക്, ക്ലിഫിൽ. ക്ലിഫിൻ്റെ മുകളിലാണ് പശുക്കൾ മേഞ്ഞ് കിടക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നീങ്ങിക്കഴിഞ്ഞാൽ ഗൈസ് ഒരു ചെറിയ കാരവാൻ കാണാം. ഒരു ചെറിയൊരു കാരവാനാണ്, ചെറിയൊരു സെറ്റപ്പ്. ഏതൊരു ഫാമിലി വീക്കെൻഡ് ആയതുകൊണ്ട് അവർ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. അവരതിനിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പ്രൈവസിയിലേക്ക് നമ്മൾ പോകുന്നില്ല. അവർ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കാരവാൻ. ഇതാണ് നമ്മുടെ ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴി. അപ്പോൾ ഒരു ഫുൾ ഡ്രസ്സ് സെറ്റായിട്ട് ഇങ്ങനെ ഇറങ്ങി പോവാം കേട്ടോ. നമ്മളും ഇറങ്ങാം. ഒരു ബീച്ചിൽ കുളിക്കാൻ പോകാൻ തോന്നുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി പോവാം. സ്ട്രെയിറ്റ് ടു ദ ബീച്ച്. അങ്ങനെ താഴോട്ട് നമ്മൾ ഇറങ്ങി ബീച്ചിലെത്തിയിരിക്കുന്നു. ഇതാണ് സാൾബൺ ബീച്ച്. ഇങ്ങനെ പരന്ന് കിടക്കുന്ന മണലാരണ്യം. കുറച്ച് പേര് അവിടെ കുളിക്കുന്നു, കുറച്ച് പേര് അവിടെ പുല്ലിലിരുന്ന് ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. പിന്നെ അവിടെ കുറച്ച് പിള്ളേർ കുളിച്ച് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇവിടെ ഡ്രസ്സ് മാറാനുള്ള സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ നമുക്ക് കാണാം, നമുക്ക് 8X നോക്കാം ഗൈസ്. വിൻഡ് മിൽസാണ്. ഇവിടെ UK വന്നു കഴിഞ്ഞാൽ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ വരുന്ന ഒരു സംഭവമാണ് വിൻഡ് മിൽസ്. ഇപ്പോൾ നമ്മൾ ഹിൽ ടോപ്പിലായി കഴിഞ്ഞാലും അതുപോലെ ബീച്ചിലാണെങ്കിൽ അല്ലെങ്കിൽ കടലിൻ്റെ ഇതിലായി കഴിഞ്ഞാലും കൂടുതലും ഇവർ വിൻഡിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അപ്പം UK പൊതുവേ കാറ്റ് ഭയങ്കര ഉള്ള ഏരിയ ആണ്. അതുകൊണ്ട് ഇവർ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡെയിലി ഇപ്പോൾ നമ്മൾ വൺ ഡേ ഒക്കെ വന്ന് ഇവിടെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു റൂം എടുക്കാം. ഇതിപ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുള്ള റൂമാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൺ ഡേ നമ്മുടെ ലഗേജ് അതുപോലെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വെക്കാം. പിന്നെ ചെറിയ കിച്ചണ്, മൈക്രോവേവ് അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ അതിനകത്ത് ഉണ്ടാവും. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ലൊരു സെറ്റപ്പാണ് ഗൈസ്, എനിക്കിഷ്ടമായത്. ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഭയങ്കര സേഫാണ്, ലോക്ക് ചെയ്തിട്ട് പോകാം നമുക്ക്. അപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് ഇതാണ് ദി ഫയർ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ലിഫ്റ്റാണ് ഗൈസ്. അപ്പം മുകളിൽ കാണുന്നത് നമ്മുടെ ടൗണ്. അപ്പം ലിഫ്റ്റ് ടു ടൗൺ. ഇപ്പം നമ്മുടെ ബീച്ച് ലെവലിലുള്ള
ബീച്ച് ലെവലിലേക്ക് താഴോട്ട് ഇറങ്ങി വരാൻ പറ്റുന്ന ലിഫ്റ്റാണത്. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു അത്ഭുതമാണ് ഗൈസ്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് വാട്ടർ ലെവലിംഗ് മെക്കാനിക്സ് ആണ്. അപ്പം ആ 2 ക്യാബിൻസ് ഉണ്ടല്ലേ, അപ്പം ആ 2 ക്യാബിൻസ് ഞാൻ സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ആ ക്യാബിൻസിൻ്റെ താഴെ കാണുന്ന 2 അത് വാട്ടർ ടാങ്ക്സ് ആണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാബിന് മുകളിലെത്തുന്ന സമയത്ത് ആ മുകളിലുള്ള ക്യാബിൻ്റെ വാട്ടർ ഫില്ല് ചെയ്യും. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം, ഗ്രാവിറ്റി കാരണം അത് താഴോട്ട് വരും, വെയിറ്റ് കൂടുന്നതിനനുസരിച്ച്. അപ്പം അത് താഴോട്ട് വരുമ്പം അതിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റേ ക്യാബിൻ എന്ത് ചെയ്യും, അതിൽ ബെൽറ്റ് ആയിരിക്കും. ആ ബെൽറ്റ് കണക്ട് ചെയ്തുകൊണ്ട് ഇത് താഴ്ന്നു വരുമ്പം മറ്റേത് പൊന്തി വരും. അപ്പം അതിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് താഴോട്ടും മുകളിലോട്ടും മുകളിൽ നിന്ന് താഴോട്ടും അങ്ങനെയുള്ള ഒരു ലിഫ്റ്റാണ് ഗൈസ്. ഇതെന്തായാലും ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ഒരു അടിപൊളി സംഭവം തന്നെയാണ്. കണ്ടതിൽ വളരെ സന്തോഷം. ഫയറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ കിഡ്സിന് കളിക്കാൻ വേണ്ടിയുള്ളൊരു കിഡ്സ് സെക്ഷൻ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. അത്രയധികം ഗെയിംസ് കാര്യങ്ങൾ സാധനങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൺ ഡേ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ സാൽബാഡ് മൊത്തം കറങ്ങാം. പിള്ളേർക്കാണെങ്കിൽ ഇവിടെ കളിക്കാം, ബീച്ചിൽ കളിക്കാം. എന്തായാലും ഇവർ ചെയ്തിരിക്കുന്ന സെറ്റപ്പ് ഉള്ള കേട്ടോ. എല്ലാം ഒരൊറ്റ ഏരിയയിൽ ബീച്ചിലെല്ലാം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നേരെ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ഗൈസ് UK തന്നെ ഏറ്റവും പഴക്കം ചെന്ന ബ്രിഡ്ജുകളൊന്നായിട്ടുള്ള ഏറ്റവും നീളം ചെന്ന ബ്രിഡ്ജിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ കയറിക്കുന്നത് പഴക്കം ചെന്ന് ബ്രിഡ്ജിലേക്കാണ്. ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുക ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനിങ്ങനെ കടലിൻ്റെ നടുവിലേക്ക് നടന്നു പോവാണ്. എന്ത് കാറ്റാണെന്നറിയോ, ഒരു രക്ഷയില്ലാത്ത കാറ്റ് ഗൈസ്. എൻ്റെ ട്രൈപ്പോഡൊക്കെ കിടന്ന ഇളകാണ്. നമ്മളിങ്ങനെ നടുവിലേക്ക് പോകുന്നതിനനുസരിച്ച് കാറ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനൊരു 360 വ്യൂ കാണിക്കാം ഗൈസ്. ഗൈസ് ഇവർക്ക് എന്താ കിട്ടിയാറിയോ? അപ്പൊ ഗൈസ് ഞണ്ടിനെ കിട്ടിയിരിക്കുന്നത്. ഞണ്ട് ക്രാബിനെ കിട്ടിയിരിക്കുന്നു ഗൈസ്. എല്ലാരും ഹാപ്പിയാണ്. ക്രാബിയാ കയറി കിടച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ ആ ഹിൽ ടോപ്പിലെത്തിയിരിക്കുന്നു. ഹിൽ ടോപ്പിൽ ഇവിടെ ഒരു ചേച്ചിയും ഒരു നായുണ്ട്. ഏതാ സീനല്ലേ. ഓക്കെ. അപ്പോൾ ക്ഷീണിച്ച് വന്നിട്ട് ഇങ്ങനൊരു വ്യൂ കാണുമ്പോൾ ആ ക്ഷീണൊക്കെ അങ്ങോട്ട് മാറും. അയ്യോ പൊളി. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് വന്ന് കയറി ഇവിടെ എത്തിയിരിക്കുന്നത് ഗൈസ്. ഭൂമി എത്ര സുന്ദരല്ലേ, ഒന്നും പറയാനില്ല. ഇനിയും അങ്ങനെ നടക്കാനുണ്ട് ഗൈസ്. ഇന്നത്തെ ഒരു ദിവസം മൊത്തം അവിടെ നിന്നാലും എനിക്ക് മതിയാവും തോന്നില്ല. ഇന്ത്യൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ റിസൈൻ ചെയ്തിരിക്കുന്നു. ഹാറ്റ്സ് ഓഫ് ഓൾ ദി സ്റ്റുഡൻസ് ഹു വർ ഇൻ ചന്ദൻ മന്ദിർ. ഗായ്സ് ഇത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് പോരാടിക്കഴിഞ്ഞാൽ വിജയം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഗായ്സ് കീപ് ഫൈറ്റിംഗ്. നമുക്ക് ഇന്ത്യയിലെ ഫാസിസത്തെ തുടച്ചു നീക്കണം. എല്ലാവിധ സപ്പോർട്ടും ടു ദ സ്റ്റുഡൻസ്. ഷിപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ദ ഷിപ്പ് റെസ്റ്റോറൻ്റാണ്. അത് സംഭവം പണ്ട് കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ ഇവരെന്താക്കി റെസ്റ്റോറൻ്റാക്കി കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പല ഷോപ്പുകൾ അങ്ങനെ കാണാൻ പറ്റും. പരമ്പരാഗതമായ രീതിയിൽ തന്നെ നിർത്തിയിട്ട് അവിടെ ഫുഡും ഡ്രിങ്ക്സൊക്കെ സെർവ് ചെയ്യും. ഇംഗ്ലീഷ് ഓതൻറ്റിക് ഫുഡാണ് ഫിഷ് ആൻഡ് ചിപ്സ്. നമ്മുടെ നാട്ടിൽ പൊറോട്ടയും ബീഫും എന്നൊക്കെ പറയുന്ന മാതിരി ഇവരെ ഓതൻറ്റിക് ഫുഡാണ്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് കുറേ കഴിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷേ സാൽബണത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. Nice, very tasty, delicious.
തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. എന്തായാലും എനിക്ക് സാൾബൺ അങ്ങ് ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. മൗണ്ടൻസ് ഉണ്ട്, ഹിൽ ടോപ്പുകളുണ്ട്, പരന്ന് കിടക്കുന്ന ബീച്ചുണ്ട്, ഈ കാറ്റ്, അങ്ങനെ ഇവിടുത്തെ ആൾക്കാരും എല്ലാവരുടെ അടുത്തും സംസാരിച്ച സമയത്തും എല്ലാം നൈസാണ് ഗൈസ്. പിന്നെ ഇവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സ് നൈസായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് സോൾട്ട് കുറച്ച് അധികം വേണമെന്ന് തോന്നി. അവർ സോൾട്ട് ഇടാറില്ല, അപ്പം കുറച്ചുകൂടി സോൾട്ട് ഉണ്ടെങ്കിൽ നന്നായിരുന്നു തോന്നി. ബാക്കിയൊക്കെ നൈസായിരുന്നു. അപ്പം ഒരു നല്ല ഒരു ഡേ ആയിരുന്നു ഗൈസ്. എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള UK വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. ദിസ് ഈസ് ഡാലമലു സൈനിങ് ഓഫ്. സീ യു ഗൈസ്.